മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബിയെ യമൻ എന്ന രാജ്യത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറയുകയാണ്, നീ അഹ്ലുൽ കിതാബ് അഥവാ വേദക്കാർ താമസിക്കുന്ന യഹൂദികൾ താമസിക്കുന്ന ഒരു നാട്ടിലേക്കാണ് ചെല്ലുന്നത്. നീ അവിടെ ചെന്നാൽ ആ ജനങ്ങളെ ആദ്യമായി ക്ഷണിക്കേണ്ടത് തൗഹീദിലേക്കാണ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന കാര്യത്തിലേക്കാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ധാരാളക്കണക്കിന് നബിമാരുടെ ചരിത്രങ്ങൾ അല്ലാഹു പറഞ്ഞതായി കണ്ടിട്ടുണ്ടാകുമല്ലോ. സൂറത്തു ഹൂദ് പോലെ, സൂറത്തുൽ അറാഫ് പോലെ, നൂഹ് നബി തൊട്ട് ഹൂദ് നബിയുടെ, സാലിഹ് നബിയുടെ, ലൂത്ത് നബിയുടെ, ശുഐബ് നബിയുടെ, മൂസാ നബിയുടെ അലൈഹിമുസ്സലാം, ഇങ്ങനെയുള്ള നബിമാരുടെ ചരിത്രം പറയുന്ന സൂറത്തുകൾ എടുത്തു നോക്കൂ. അല്ലാഹു നമ്മുടെ സന്മാർഗത്തിനു വേണ്ടി അവതരിപ്പിച്ച ഈ ഗ്രന്ഥത്തിൽ ഉറ്റാലോചിക്കൂ, പഠിക്കൂ എന്ന് അല്ലാഹു പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഈ ഖുർആനിൽ അല്ലാഹുവിന്റെ നബിമാരുടെ ചരിത്രം പറഞ്ഞിടത്തെല്ലാം നിങ്ങൾക്ക് കാണാം. ആ നബിമാർ ജനങ്ങളോട് ആദ്യം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യമാണ്.